വിജിൽ കൊലപാതക കേസിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 2 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇപ്പോൾ വിജിലിൻ്റെ പിതാവ് NP വിജയൻ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ട്. 2 പേരെ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനിയും പ്രതി പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ പിടികൂടേണ്ടത് എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം? അവരെ കൂടി പിടികൂടിയിട്ട് അവരോട് സത്യം തെളിയിക്കുക, അതേ പറയാനുള്ളൂ. ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതല്ലേ? ഇല്ല. ഇപ്പം 6 കൊല്ലമായില്ലേ ഇതുവരെ. ഞാൻ ഇത് 3-ാം ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. പറഞ്ഞ ആളെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു സ്നേഹിതന്മാരാണ്. ഇങ്ങോട്ട് വന്നില്ല. ഞാൻ അവിടെ പോയി ചോദിച്ച് അവനെ കണ്ടില്ലോ. 3-ാം ദിവസം അവിടെ വന്നിരുന്ന് പിന്നെ കണ്ടില്ല. പിന്നെ വേറെ ആൾ പറഞ്ഞ് ആ എരഞ്ഞിപ്പാലം ബസാറിൽ ഉള്ള ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ആളെ വീടിൻ്റെ മുമ്പിൽ കണ്ടിരുന്നു പറഞ്ഞു. ഉടനെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വന്ന് നോക്കി. ആളെ പറഞ്ഞു ഇവിടെ ഒന്നും വന്നില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ചെന്ന് ഇതൊക്കെ അന്നേരമൊക്കെ സ്റ്റേഷനിലും ചെല്ലുന്നുണ്ട്. പിന്നെയാണല്ലോ കൊറോണ വന്നത്. അപ്പോൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കൊറോണ സമയത്ത് ഇപ്പോൾ മാസ്കൊക്കെ വെച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രതികൾ കൊടുത്തിരിക്കുന്ന മൊഴി മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൂടിപ്പോയപ്പോൾ ആണ് മരണം സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളല്ലല്ലോ വിജിൽ. അതൊന്നും ഞങ്ങൾ തീരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാകല്ലോ. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നാൽ സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്ന് അങ്ങനെ കുളിച്ച് അമ്മ അയക്കുന്നോ അങ്ങനെ ചോറും തിന്നും കാട്ടി കിടക്കുക ചെയ്യുക. ചിലപ്പോൾ TV കണ്ട് കുറേ നേരം കുത്തിരിക്കും. 8-8:30 9 കാണാൻ പോയി കിടക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ അന്ന് രാവിലെ എണീക്കുകയും ചെയ്യും, ചായ പിടിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്. പിന്നെ 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 ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ അങ്ങനത്തെ ഒരു നമ്മൾ മോനായിട്ട് പറയാം കേട്ടോ, അങ്ങനത്തെ കണ്ടിട്ടില്ല. ബൈക്കുമായിട്ടാണ് അന്ന് രാത്രി പോയതല്ലേ? ബൈക്കുമായിട്ടാണ് വിജിൽ അന്ന് ടൗണിലേക്ക് ഇറങ്ങിയത്. ബൈക്ക് മാറ്റാനോ? വണ്ടി ബൈക്കുമായിട്ടല്ലേ പോയത്? പോയത് ഞായറാഴ്ച രാവിലെ 9 വയ്ക്കുന്നത്. ഇവിടുന്ന് വണ്ടി എടുത്ത് അതിന് ഒരു ഈഞ്ഞ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടത്. സാധാരണ എപ്പോഴേക്കും പോകുകയാണെങ്കിലൊക്കെ നല്ലതൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, ബാഗില്ല. വണ്ടി ശേഷം മുന്നോട്ട് പോയിട്ട് ബാഗ് ഇവിടെ അടുപ്പിച്ച് പറിച്ച് ബാഗ്. അപ്പം അച്ഛാ ഹെൽമെറ്റും കത്തോളിന്നാണ്. അപ്പോൾ ഞാൻ പറയും കൂട്ടാ പോണത്, ഞാൻ അപ്പം വരാം. അമ്മയോട് പറഞ്ഞ എപ്പം വരാനിട്ടാ പോയത്. അപ്പോൾ ഒക്കെ പോയതാ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ക്ലോക്കിൽ 9:20 പിന്നെ വേറെ ആളുടെ ഇവിടെ അടുത്തുള്ള. അപ്പോൾ അയാളായിട്ട് വർത്താൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വരുമല്ലോ, ഇനിയിപ്പോൾ കൂടുതൽ എന്തിനാ പറയുന്നത്, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഞായറാഴ്ച അങ്ങനെയാണ്, എന്തെങ്കിലും വാങ്ങാനൊക്കെ പോവും. അമ്മയോടേക്ക് നെയ്ച്ചോറ് വെക്കണ്ട, അമ്മ നെയ്ച്ചോറ് വെക്കുക, ചീട്ടാക്കിയിട്ട് ഒക്കെ വാങ്ങിക്കൊണ്ട് വരും. ഇറച്ചിയും എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടോട്ട് തിന്നിട്ടേക്കാണ് പോവുക. അപ്പോൾ ഒരു ഫിലിം കാണും, അതൊക്കെ അവൻ്റെ ഒരു സ്വഭാവങ്ങളാണ്. എന്നാലും 6, 7, 8 ഉള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും ഞങ്ങൾ. എനിക്കുള്ള ഇതൊക്കെയാണ് ഞായറാഴ്ച ദിവസം. അന്ന് ഞായറാഴ്ച ഒരു 10-11 എണീച്ച് വരിക. ഇതന്ന് നേരത്തെ വന്നിരിക്കുന്നത്. നേരത്തെ എണീച്ച് സൈലൻ്റായിട്ട് മറ്റു TV തുറക്കലും ഫാനിടലും ഒക്കെ ജഗ പോകുകയാണ്. അന്നൊന്നുമില്ല. നിന്ന് കാട്ട് ഒരു ചപ്പാത്തിയോ ടൊമാറ്റോ തിന്നിട്ട് വീട്ടുക. ഇവിടെ കുറേ ഇങ്ങനെ ആലോചിച്ചിട്ടോ ഞാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ഹെൽമെറ്റ് എടുത്ത് അപ്പോൾ പോക്ക് പോയതാ. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയാകുമ്പോൾ ഇവിടെ വിളിച്ച് ചോറിനെ വരാൻ കഴിഞ്ഞിട്ട് ചോറിനെ പോകണ്ടേ, ചോറിനുണ്ട്. ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞല്ലേ. വൈകുന്നേരം വിളിച്ച്, അന്നേരം ഞാൻ എത്തിപ്പോയി എന്ന് പറഞ്ഞു. രാത്രി 1 2 ആയപ്പോൾ ചിലപ്പോൾ നിഖിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു ദിവസമൊക്കെ തങ്ങും. അതിൽ തന്നെ മറ്റേ ഓമ്പിളിയും തങ്ങലുണ്ട്. അത്രയും വലിയ അങ്ങനത്തെ അപ്പം ഇമ്പോഴും വിചാരിക്കാനാണ് അത്രയും വലിയ ക്ലോസ് ഫ്രണ്ടല്ലേ എന്നുള്ള ധാരണയാണല്ലോ. ഇവിടെ വന്നിട്ട് വന്നാൽ അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടായി കുടിക്കുക ചെയ്യുക. അപ്പം അത്രയും സ്വാതന്ത്ര്യത്തിലുള്ള ആളെ ഇപ്പോൾ അമ്മക്കും എല്ലാവർക്കും അറിയാം. ചെറുപ്പം മുതലൊക്കെ കാണുന്ന ആളെ ഞങ്ങൾ. അങ്ങനെ ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇപ്പം ഇമ്പോഴെന്ത് ശ്രദ്ധിക്കാനാണെന്നുള്ളതിൽ പിന്നെ ചിലപ്പോൾ ഉച്ചക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ നിഖിലിൻ്റെ വീട്ടിൽ പോവുക, അമ്മയോട് പറഞ്ഞ അങ്ങനെ. അപ്പം പഠിക്കാനല്ലേ, വേറെ നേരത്തെ പോകല്ലോ. അപ്പോൾ എന്നാലും അങ്ങനത്തെ കുഴപ്പമൊന്നും കാണുന്നില്ല. അതിൽ ആണിപ്പോൾ ഞങ്ങൾ അങ്ങനെ. ഞാൻ എന്നിട്ട് ഒരു പേരിലായിട്ട് ഒരു ഫ്രണ്ട്സാകുമ്പോൾ ഇവിടെ വരണ്ടേ, വന്നോ ഇരുന്നുള്ള അതൊന്നും ചോദിക്കാൻ ആരും വന്നില്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് അങ്ങോട്ട് ഉടുപ്പില്ലാതെ ചെല്ലുക. അപ്പോൾ നിങ്ങൾ വിവരം അറിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരൂ, നിങ്ങളങ്ങനെ വരണ്ട അങ്ങോട്ട്
അച്ഛാ നിന്നോട് പറയൂ. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ അവിടെ ഒരു പഴയൊരു വീടുണ്ട്, പിന്നെ വേറ്റപ്പാലത്ത് അങ്ങോട്ട് പോയിട്ട് വാഴത്തിരുത്തി എന്നറിയും, ഒരു പഴയ വീട്. അത് അത്ര പടം കാണാനുള്ളൂ, ബാക്കിയൊക്കെ പുക വാർപ്പൊക്കെ ആയല്ലോ. അപ്പോൾ അവിടെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുക, വെള്ളടിക്കുകയൊക്കെ ആയിട്ട് കമ്പനിക്കുക. കുട്ടികൾ ഇപ്പോൾ ചെറുപ്പക്കാരൻ നാട്ടില്ല, ഒക്കെ ഏകദേശം പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് അടിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നമ്മൾ അറിയുന്ന ഒരാളുണ്ട്, ഞാൻ എരിപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിച്ചാൽ 10-15 കൊല്ലം അതില്ല നമ്മളവിടെ കയറി പോണത്. എന്നോട് പറഞ്ഞു, ചേട്ടാ അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ, വന്നാൽ ഞങ്ങളവിടെ പറഞ്ഞേക്കിട്ടോ, അങ്ങനെ അങ്ങനെയെന്നൊക്കെ. നല്ല സ്വഭാവമാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളോടൊക്കെ വലിയ കാര്യമാണ് ഏട്ടാ അമ്മമ്മ എന്നൊക്കെ വിളിച്ചിട്ട് വിളിക്കുകയാണെന്നൊക്കെയാണ് വലിയ വലിയ സുഖപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളെ പിന്നെ എന്ത് നോക്കാനുള്ളത് നിങ്ങൾ പോരാണല്ലോ. പിന്നെ ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചെന്ന് ഈ നിഖിലിനോട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പോൾ ഒരു തന്നെ അച്ഛൻ പുറത്തേക്ക് പോയതാണ്. പുറത്ത് പോയപ്പോൾ ഞാൻ കണ്ട് വിളിച്ച്, അങ്ങനെ മോനെ എന്തോ വിവരമുണ്ടോ? ഇല്ല, നിങ്ങളിങ്ങോട്ട് വരണ്ടെങ്കിൽ ഞങ്ങളങ്ങോട്ട് പറയില്ലേ എന്നൊക്കെയാണ് പറഞ്ഞു. ആലോചിച്ച് നോക്കിയാട്ടപ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ നല്ല കുട്ടികൾ. അങ്ങനെ ഒരു 5-8 മാസം കഴിഞ്ഞ് ദുബായിലേക്ക് വിസ ശരിയാക്കി പോയിക്കാളിനി. ഒരു പ്രാവശ്യം ലീവിൽ വന്ന്, അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ അതിൽ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ 4 ആളെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മാറി മാറിയിട്ട് സ്ഥലത്തുനിന്ന് ഒരു വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അറിയില്ല ഇത് മാത്രമാണല്ലേ. ഇപ്പം 4, 5, 6 ഇത് 7ാമത്തെ ആളാണ് ഇപ്പോൾ അന്വേഷണം. ഇപ്പോൾ ആദ്യമൊക്കെ പോലീസുകാരെ തന്നെ, ഇതിപ്പോൾ SI അന്വേഷിച്ചത്. അപ്പോൾ അയാൾ ഇവിടെ വന്ന് പോലീസ് വണ്ടി തന്നെയാണ് വന്നത്. അയാൾ പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത കേസ് അത് ആയിട്ടേ ഞാൻ അവിടെ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞാൽ അതുപോലെ തന്നെ അവർ എല്ലൊക്കെ എടുത്തിട്ട് കടലിൽ കൊണ്ടുപോയി ഒഴുക്കി എന്നൊക്കെയാണ് പറയുന്നത്. ആ പേപ്പറിൽ പോയി കാണുന്നത്. ഇതൊക്കെ എന്താ എവിടെ എത്തിപ്പോയി? ഇതിപ്പോൾ ഇമ്പോഴേ കേരളം തന്നെയാണോ എനിക്ക് തോന്നി പോവുക. അപ്പോൾ ഇവർ അതീവ ഭീകരം തന്നെയല്ലേ ഇവർ, ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇതിലാരോ വലിയ ആരോ മൈൻഡ് ഉണ്ട്, ഇല്ല ബ്രെയിൻ ആരോ ഇതില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമോ? ഇവർ വെച്ചാൽ ഒരു 10-30 വയസ്സുണ്ടാവും, 29 വയസ്സ്, ആ വയസ്സ് തന്നെ അവർക്ക് എല്ലാവർക്കും ഉള്ളത്. ആ വയസ്സുകാർക്ക് ഇങ്ങനെ തോന്നുമെന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. ഇവർ പോലീസുകാരൻ പറഞ്ഞു വെച്ചാൽ ആദ്യം ചോദിച്ചാൽ പറഞ്ഞതാണല്ലേ, പിന്നെ ഞങ്ങളെല്ലാവരും കുത്തിച്ച് പിന്നെ ഓവറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ആൾ എണീച്ച്, ഞങ്ങൾ 3 ആൾ എണീച്ച്, ഇവ എണീക്കുന്നില്ല എന്ന്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഇനി എണീച്ചോളും, കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചോളും, നമ്മൾ പോകാൻ ഇവർ 3 ആളും പോയല്ലേ. പോയിട്ട് ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു വന്ന് നോക്കുമ്പോൾ കിടക്കുന്നതാ. അപ്പോൾ ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് ഒരു പറയുന്നത്. അല്ല കഴിഞ്ഞതല്ല, പിന്നെ എണീച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ എണീച്ച് പോകുമ്പോൾ പോയിക്കോളൂ എന്നുള്ള ധാരണ ഞങ്ങൾ പോയി. ഇത് ആക്കിയാൽ അങ്ങനെയാണ് പോലെ 5-6 മാസം, അല്ല 5 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂറൊക്കെ ഉണ്ടാകുമല്ലേ. അപ്പം എൻ്റെ ഇപ്പോൾ അങ്ങനെ ടേക്ക് വിചാരിച്ചിട്ട് ഇവർ പോയല്ലേ എന്നാണ് പറയുന്നത്. പിന്നെ ഒന്നും ഒരു അറിയുന്നില്ല പറയുന്നത്, മനസ്സിലായോ? പിന്നെ അറിയാത്തതൊക്കെ ധാരാളം ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്തായാലും ഒരേ സംഗതി എന്തായാലും വെളിച്ചത്ത് കൊണ്ടുവരണം, എനിക്കിപ്പോൾ അതേ ഉള്ളൂ. എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം, പുറലോകം കാണരുതെന്ന് പറഞ്ഞു ഇല്ലേ? അല്ല വേണ്ട, അല്ല പിന്നെ സ്നേഹിതന്മാരല്ലെങ്കിൽ പറ്റില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം പ്രശ്നമില്ല. സ്നേഹിതന്മാരന്മാർ ഇപ്പം ചെയ്യാൻ പോകണ്ടോ? എല്ലാവർക്കും ഒരു പാഠമാട്ടത്. മുഴുവൻ പ്രതികളെയും പിടികൂടണം, ശക്തമായ നടപടി വേണം എന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.